ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെയുള്ള കുഞ്ഞു പെട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും, നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുള്ളതാവും. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു യൂസേജ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനിതാ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വശമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിനടിയിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ചെരുവത്തിൻ്റെ മുകളിലായിട്ട് കട്ടിംഗ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. കട്ട് ചെയ്യുന്ന സെയിം ടൈം കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് ഒരു ഭാഗത്തേക്കും ഫ്രഷ് ആയിട്ടുള്ളത് വേറൊരു ഭാഗത്തേക്ക് മാറ്റാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാനിത് ആ ഒരു ബോക്സിൻ്റെ കുഞ്ഞു ഭാഗം ആ ഒരു കട്ടിംഗ് ബോർഡിൻ്റെയും ചെരുവത്തിൻ്റെയും ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു കിഴങ്ങാണ് കേട്ടോ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബോക്സിനുള്ളിലേക്കാണ് തൊലി പീലർ വെച്ചിട്ട് കളഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ബോക്സൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചാലും മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിലൊന്നും വേസ്റ്റ് ആവാതെ എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനായിട്ട് നിൽക്കുകയും ചെയ്യും. എല്ലാതും കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പണി നമുക്കവിടെ ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഉടനടി തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ജോലി നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. കട്ടിങ്ങും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ വേസ്റ്റ് ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊന്നും ആവാതെ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും. പൊതുവേ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും നിലത്തൊക്കെ വീഴാറുണ്ട്. എന്നാൽ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് താഴെ ആവുകയില്ല. കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ക്ലീനിങ് എന്നുള്ളൊരു പണി നമുക്കവിടെ ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതാ 2 സവാള 2 കിഴങ്ങും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിനുള്ളിലെ വേസ്റ്റ് മാത്രം നമുക്കൊന്ന് ഒഴിവാക്കി കൊടുത്താൽ മാത്രം മതി. ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചാർജറാണ് കേട്ടോ. പൊട്ടിയിട്ടുള്ളൊരു ചാർജറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിൻ്റെ എഡ്ജ് നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു തവണ പൊട്ടിയതിന് ശേഷം ഇൻസുലേഷൻ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ടും അത് ആ ഒരു ഇത് വരുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. പൊതുവെ ഇതുപോലെയൊക്കെ ചാർജറായി കഴിഞ്ഞാൽ പല ആളുകളും പുതിയ ചാർജർ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ക്യാഷ് നമുക്ക് നഷ്ടമാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാർജർ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കവറിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു പീസ് മാത്രം മതി നമുക്ക്. ഇനി ഇതുപോലെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപകരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ സ്ട്രോ യൂസ് ചെയ്തിട്ട് നമുക്കിത് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് പേസ്റ്റിൻ്റെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു കുഞ്ഞ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ ഒരു കുഞ്ഞു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം കാണിച്ച ആ ഒരു പീസിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചുറ്റുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൊട്ടിയ ഭാഗം നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെ വേണം ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് റബ്ബറാണ് കേട്ടോ. അപ്പം ഞാനിതിൽ നിന്ന് ഒരു 3 റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ ഒരു പേസ്റ്റ് കവറിൻ്റെ മുകളിലേക്കായിട്ട് റബ്ബറൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ റബ്ബർ ബാൻഡ് ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 റബ്ബർ ബാൻഡാണ് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. തൊട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡ് കൂടി ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ വേണം റബ്ബർ ബാൻഡ് ചുറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ റബ്ബർ ബാൻഡ് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വിരൽ വെച്ചിട്ട് ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ പൊട്ടിയ ഭാഗം എനിക്ക് നന്നായിട്ട് തന്നെ കവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പൊട്ടിപ്പോവാതെ നമുക്ക് ഒരുപാട് നാൾ ആ ഒരു ചാർജർ തന്നെ യൂസ് ചെയ്യാൻ പറ്റും.
ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കിടിലൻ ക്ലീനിങ് ടിപ്സാണ്. നമ്മളിൽ പലരുടെയെങ്കിലും വീട്ടുമുറ്റത്ത് ഇരുമ്പുളി ഉണ്ടാവും. ആ ഇരുമ്പുളിയും ഉപ്പും കൂട്ടി ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കളറ് മങ്ങിയിട്ടുള്ള ഗ്ലാസ് അതല്ലെങ്കിൽ ചായക്കറ പിടിച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ എല്ലാം ഞാൻ ആ ഒരു സൊല്യൂഷനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്പഞ്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒത്തിരി നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സിങ്ക്, അതുപോലെ നമ്മുടെ കട്ടിംഗ് ബോർഡ്, ടോയ്ലറ്റ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു ഇരുമ്പുളിയുടെ സൊല്യൂഷൻ വെച്ചിട്ട് മാത്രമാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് ആ ഒരു ചായക്കടയൊക്കെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല പുത്തൻ ഗ്ലാസ് പോലെ തന്നെ അതിൻ്റെ ഗ്ലേസിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി കളറൊക്കെ മങ്ങിയിട്ടുള്ള ഗ്ലാസ്, അതുപോലെ ചായക്കടയൊക്കെ പിടിച്ചിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. നമ്മൾ എത്ര ക്ലീനാക്കി കൊണ്ടുവരുന്നാലും പെട്ടെന്ന് തന്നെ പുല്ല് ഇതുപോലെ തളിർത്ത് കാട് പോലെ വളരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇഴജന്തുക്കളുടെ ശല്യമൊക്കെ കൂടി വരുന്നൊരു ടൈം കൂടിയാണ് അല്ലേ. എന്നാലും നമുക്കിത് കൂലിക്ക് ആളെ വിളിച്ചൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് വേണം. അതല്ലെങ്കിൽ കെമിക്കലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. എന്നാൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിത് ഈ ഒരു കാട് പറ്റനെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനെഗറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ബോട്ടിലിൻ്റെ ഹാഫോളം വിനെഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ള പുല്ലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കിട്ടാനാണ് അത്രയും എമൗണ്ടിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമുള്ളത് സോപ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 10 രൂപയുടെ ഒരു ഉജാലയുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് എത്ര കാടാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഞാനിത് ഒരു കമ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 2.5 കപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ആ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷമാണ് ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുള്ളത്. സ്പ്രെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുല്ലിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടേക്ക് നല്ല പോലെ തന്നെ നല്ല ഹൈറ്റിൽ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഹൈറ്റുള്ള ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശത്താണ് നമ്മളിത് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വശത്തും ഈ പുല്ലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് സ്പ്രേ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ശ്വസിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു മരുന്ന് സ്പ്രേ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോഴേക്കും ആ ഒരു പുല്ലൊക്കെ നല്ലപോലെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ക്യാഷ് മുടക്കില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. 10 രൂപയുടെ ഒരു സോപ്പ് പൊടി മാത്രം മതി. ഇനി വീട്ടുമുറ്റത്ത് ഇതുപോലെയുള്ള കുഞ്ഞു കാടുകളോ അല്ലെങ്കിൽ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.